ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ US വിസിറ്റ് ചെയ്യുന്നതിന് ആഗ്രഹിക്കുന്നുണ്ടോ? US വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിന് താല്പര്യപ്പെടുന്നുണ്ടോ? എങ്കിൽ ഇപ്പോൾ നിങ്ങൾ US വിസ ആപ്ലിക്കേഷൻ പ്രൊസീജിയറിൽ വന്ന മാറ്റങ്ങൾ തീർച്ചയായും അറിയേണ്ടതുണ്ട്. 2025 ഓഗസ്റ്റ് 1 മുതൽ വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് വിസ ആപ്ലിക്കേഷൻ പ്രൊസീജിയറിന് വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് ഈ മാറ്റങ്ങൾ എന്ന് നോക്കാം. ഒന്നാമത്തെ മാറ്റം, വിസ ബോൺസ് അപ് ടു $15,000 ഫോർ ഹൈ റിസ്ക് കൺട്രീസ്. US-ൽ ഓവർസ്റ്റേ ഒഴിവാക്കുന്നതിന് വേണ്ടി ചില രാജ്യങ്ങൾക്ക് വിസ ബോൺസ് ഏർപ്പെടുത്തിയിരിക്കുന്നു. ഓഗസ്റ്റ് 20, 2025 മുതൽ ഇത് പ്രാബല്യത്തിലായിരിക്കുന്നു. ഇത് $5,000 മുതൽ $15,000 വരെയായിരിക്കും. അതായത് 4,25,000 രൂപ മുതൽ 12,75,000 രൂപ വരെയാണ് ഈ വിസ ബോൺസ്. ഇത് രാജ്യങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. പക്ഷെ ഇത് ഇപ്പോൾ ഓവർസ്റ്റേ നിരക്ക് കൂടിയ സാംബിയ, മാൽവി എന്നീ 2 രാജ്യങ്ങൾക്കാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യ ഇതിലിപ്പോൾ ഉൾപ്പെട്ടിട്ടില്ല. എന്നാൽ ഈ ലിസ്റ്റ് എപ്പോൾ വേണമെങ്കിലും എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഇൻഫർമേഷൻസ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഓവർസ്റ്റേ ചെയ്യാതെ വിസ റൂൾസ് അനുസരിച്ച് കറക്റ്റ് സമയത്ത് തിരിച്ചു പോന്നു കഴിഞ്ഞാൽ ഈ ഫണ്ട് റീഫണ്ട് ചെയ്യുന്നതായിരിക്കും. രണ്ടാമത്തെ മാറ്റം, $250 വിസ ഇൻറ്റഗ്രിറ്റി ഫീ. B1, B2, F, M, H1B, J എന്നീ വിസകൾക്ക് അഡീഷണലായി ഒക്ടോബർ 1, 2025 മുതൽ, അതായത് US-ലെ 2026 ഫിസ്ക്കൽ ഇയർ മുതലായിരിക്കും ഈ മാറ്റം. $250 വിസ ഇൻറ്റഗ്രിറ്റി ഫീ അടയ്ക്കേണ്ടതുണ്ട്. ഇതും കറക്റ്റ് സമയത്ത് തിരിച്ചു പോന്നാൽ റീഫണ്ടബിൾ ആയിരിക്കും. അടുത്ത മാറ്റം, മാരേജ് ബേസ്ഡ് വിസ ആപ്ലിക്കൻസിന് ഓഗസ്റ്റ് 1, 2025 മുതൽ കൂടുതൽ സ്ട്രിക്റ്റ് ആയ റൂൾസ് ആയിരിക്കും. റിലേഷൻഷിപ്പ് പ്രൂവ് ചെയ്യുന്ന ഡോക്യുമെന്റ്സിന്റെ വെരിഫിക്കേഷനും ഇന്റർവ്യൂവും കൂടുതൽ സ്ട്രിക്റ്റ് ആയിരിക്കും. ഏതാനും എക്സ്ട്രാ ചാർജുകളും കൂടി ഏർപ്പെടുത്തിയിരിക്കുന്നു. അതാണ് അടുത്ത മാറ്റം. ഒന്നാമത്തേത്, $24 I-94 ഫീ ആയി ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇത് എല്ലാ നോൺ ഇമിഗ്രന്റ് വിസകൾക്കും ബാധകമാണ്. അടുത്തത് $13 ESTA ഫീ. ഇത് വിസ വെയ്വർ പ്രോഗ്രാമിന് യൂസ് ചെയ്യുന്നതിന് വേണ്ടി. മൂന്നാമത്തേത് $30 EVUS ഫീ. ഇത് ചൈനീസ് സിറ്റിസൺസിന് ഉള്ളതാണ്. ചുരുക്കത്തിൽ B1, B2 വിസ അപ്ലൈ ചെയ്യുന്ന ഒരാൾ $185, അതായത് 15,855 രൂപ കൊടുത്തിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ $472 വരെ, അതായത് 40,456 രൂപ വരെ സർചാർജുകളായി കൊടുക്കേണ്ടതുണ്ട്. അടുത്ത മാറ്റം, 2025 സെപ്റ്റംബർ 2 മുതൽ ഇന്റർവ്യൂ വെയ്വർ പ്രോഗ്രാം അവസാനിപ്പിക്കുകയാണ് എന്നതാണ്. മൈനേഴ്സും അതുപോലെ തന്നെ 79 ഇയേഴ്സിന് മുകളിലുള്ളവരും ഇനി മുതൽ വിസ ഇന്റർവ്യൂവിന് ഹാജരാകും. അടുത്ത മാറ്റം, ഓഗസ്റ്റ് 1, 2025 മുതൽ തേർഡ് പാർട്ടി പാസ്പോർട്ട് കളക്ഷൻ അവസാനിപ്പിച്ചിരിക്കുന്നു. ആപ്ലിക്കൻസ് നേരിട്ട് പാസ്പോർട്ട് കളക്ട് ചെയ്യേണ്ടതാണ്. ഇതിന് ആപ്ലിക്കൻസിന്റെ ID കാർഡും അതിന്റെ കോപ്പിയും അപ്പോയിന്റ്മെന്റ് കൺഫർമേഷൻ ലെറ്ററിന്റെ കോപ്പിയും ഹാജരാക്കേണ്ടതാണ്. അല്ലെങ്കിൽ കൊറിയറായി ലഭിക്കുന്നതിന് 1,200 രൂപ അടച്ചാൽ മതിയാകും. മൈനേഴ്സിന്റെ പാസ്പോർട്ട് കളക്ട് ചെയ്യുന്നതിന് പാരൻസിന്റെ ഒറിജിനൽ കൺസേൺ ലെറ്ററും, കോപ്പി പോരാ, ഇമെയിൽ പോരാ, ID കാർഡും കുട്ടികളുടെ ബർത്ത് സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടതാണ്. ഇമെയിൽ സ്വീകരിക്കുന്നതല്ല. മറ്റൊരു പ്രധാന മാറ്റം, F, M, J വിസകൾ അപ്ലൈ ചെയ്യുന്നവർ ലാസ്റ്റ് 5 ഇയേഴ്സിലെ തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പബ്ലിക് ആക്കി വെക്കേണ്ടതാണ്. ഇത് ജൂൺ 23, 2025 മുതൽ പ്രാബല്യത്തിലായിരിക്കുന്നു. അപ്ലൈ ചെയ്യുന്നതിന് മുൻപായി
സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഡിലീറ്റ് ചെയ്യാനും പാടില്ല. എപ്പോഴും മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ US വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നവർ എപ്പോഴും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് അറിയാൻ ഒഫീഷ്യൽ വെബ്സൈറ്റായ USCIS വെബ്സൈറ്റ്, അതായത് US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് സന്ദർശിക്കേണ്ടതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ. താങ്ക് യു.